നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ മനുഷ്യനെ ഒട്ടുപിടിപ്പിക്കാൻ? 1 മാസം തികയുന്നതിന് മുമ്പ് വീണ്ടും വഴക്കടിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാ ഒന്ന് ടെസ്റ്റ് ചെയ്താ. ഇനി എന്നാ മടക്കം? ഇനി പോകുന്നില്ല. അത് നിൻ സ്ഥിരം പല്ലവിയല്ലേ? അയ്യോ ഇത് അതുപോലല്ല. ഇനി ഞാൻ മദ്രാസിൽ പോയ ശരിമത്തിനെ ഞാൻ കൊല്ലും. അത്രക്ക് ക്ഷമിച്ചു ചേട്ടാ. ഇന്നലെ നിസ്സാര ഒരു കാര്യത്തിനാണ് ഞങ്ങൾ തമ്മിൽ ഉടക്കിയതേ. ചേട്ടൻ കേട്ടോണേ. അതെ നമ്മളൊക്കെ ചായക്ക് പഞ്ചസാരയല്ലേ ഇടുന്നത്. അപ്പൊ ലേശം ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാൻ ഒരാൾ ഉപ്പിട്ടു. അപ്പൊ തന്നെ കുടിച്ച ചായന്റെ മുഖത്തോട് തുപ്പ്. ഞാൻ വെട്ടിക്കൊല്ലാൻ വാളെടുത്തതാ. ഉടനെ ഒരു പറച്ചില്, അമ്മാ നീ ഡിവോഴ്സ് വാങ്ങി പോമാന്ന്. ആ സെക്കൻഡിൽ ഈ പെട്ടി മൊബൈലോട് ഞാൻ വണ്ടി കയറിയതാ. നിന്നോട് ആരെങ്കിലും പറഞ്ഞു അവന്റെ കൂടെ ഒളിച്ചോടി പോവാൻ? അതിന് നേരെ ഓടാൻ ചേട്ടൻ സമ്മതിക്കുവോ? ഞാനിങ്ങനെ വീട്ടിനകത്ത് പൂത്തുലഞ്ഞ് നിന്നിട്ട് ചേട്ടൻ കണ്ട ഭാവം നടിച്ചോ? നാട്ടിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, പക്ഷെ ദമയന്തിക്ക് മാത്രം ചെറുക്കനില്ല. എനിക്കെന്താ ഒരു കുറവ്? കാണാൻ നല്ല ഗ്ലാമറല്ലേ? ഇല്ലേ? അപ്പൊ ചേട്ടന് ബിസിനസ് മാത്രം മതിയായിരുന്നു. തിരക്കൊക്കെ കഴിഞ്ഞ് എന്നെ കെട്ടിക്കാൻ നേരെ ആവുമ്പോഴത്തേക്കും എന്റെ സ്ത്രീജന്മം മൂടോടെ പാഴായി പോകത്തില്ലേ? തലയ്ക്ക് സുഖമില്ലാണ്ട എന്താ ചെയ്യാ? അയാൾക്ക് അങ്ങനെ പോയോ നാത്തൂനെ? ഞാനും ഒരു പെണ്ണല്ലേ. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രായത്തിൽ എന്തിനാ പിടിച്ച് കെട്ടിക്കുന്നത്? അതുകൊണ്ടാ കമ്പനി വന്ന പാണ്ഡ്യയുടെ കൂടെ ഞാൻ ഒളിച്ചോടിയത്. ചേട്ടനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് മതിയായിരുന്നു. അതെ, തമിഴ് പണ്ടേ എന്റെ ഒരു വീക്ക്നെസ് ആ നാത്തൂനെ. അയാള് പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ എന്റെ കരളങ്ങ് വെള്ളമായി പോയി. പിന്നൊന്നും ആലോചിച്ചില്ല, അയാളുടെ ഞാനങ്ങ് ഒളിച്ചോടി. അതെ, തമിഴ്നാട്ടിൽ ഭിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ. അയ്യോ സംസാരിച്ച് നിൽക്കാറെ നാത്തുമ്പോ എനിക്ക് വിശക്കുന്നു. വാ. അയ്യോ രേണുമോൾ എവിടെ? തലവേദനയാണെന്ന് പറഞ്ഞ് നേരത്തെ കിടന്നു. കുഴപ്പമില്ല, ഞാൻ രാവിലെ കണ്ടോളാം. നീ എപ്പോ വന്നേ? ഞാൻ രാവിലെ വന്നു. ആന്റി എവിടുന്ന് ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, ട്രെയിനിൽ 10,000 പേരുണ്ടായിരുന്നു. അതുപോലെ ഇനി വിശക്കുന്നേ വല്ലതും കഴിച്ചിട്ട് വരാം. നാത്തുമ്പ എടാ